ഇത്രയും സമയമായിരുന്നു. ലച്ചു, കേശു, ശിവ, പാറു, ഓടി വായോ. എന്താ ഇല്ല, ഉണന്നു. ഉണന്നു. അയിനി എഴുന്നേറ്റോട്ടെ. എഴുന്നേറ്റോട്ടെ. അതിപ്പോ ഞങ്ങളോട് ചോദിക്കണെന്തിനാ? അല്ല, നിങ്ങളല്ലയോ പറഞ്ഞേ എന്ത് കാര്യവും ചോദിച്ചിട്ടേ ചെയ്യാവുള്ളെന്ന്. എന്ത് കാര്യവും ചോദിച്ചിട്ടേ ചെയ്യാവുള്ളെന്ന്. എണീക്കാമോ? എണീറ്റോ. മുടിയൊന്ന് കെട്ടിക്കോട്ടെ. കെട്ടിക്കും. ഇനി അങ്ങോട്ട് ഇറങ്ങിക്കോട്ടെ. ഇറങ്ങിക്കോ. അടുക്കളയിലോട്ട് പൊക്കോട്ടെ. സാധാരണ അമ്മൂമ്മ അങ്ങനെ ചോദിക്കാറില്ലല്ലോ, നേരെ അടുക്കളയിലോട്ട് പോവാറില്ലേ പതിവ്? അല്ല, നിങ്ങളല്ലയോ പറഞ്ഞേ എന്ത് കാര്യവും ചോദിച്ചിട്ടേ ചെയ്യാവൂ, ഞാൻ പ്രായമായിരിക്കുക എന്ന്. അതെ അതെ, ഇറങ്ങിക്കോളൂ. പുറത്ത് ഞങ്ങൾ മാറ്റിത്തരാം. വലിക്കല്ലേ. എന്തൊരു അനുസരണയുള്ള അമ്മൂമ്മ. കുഴപ്പമാവോ? ഹായ് ഹായ്. എടാ പോയതാ? ജസ്റ്റ് ഒരു വാക്കിന് പോയതാ. അമ്മൂമ്മയുടെ ശബ്ദമല്ലടാ. പൊന്നോ വീണെന്ന് തോന്നുന്നു. പല്ല് തേച്ചോട്ടെ. പല്ല് തേച്ചോട്ടേന്ന്. ഇത് ചോദിക്കാൻ വേണ്ടിട്ടാണ് അമ്മൂമ്മ ഇങ്ങനെ നിലവിളിച്ചേ? അതെ, എന്നോടേ ഇവര് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ത് കാര്യം ചെയ്യുന്നതിന് മുൻപും ഇവരോട് അനുവാദം ചോദിക്കണമെന്ന്. ലജുസേ അങ്ങനെ പറഞ്ഞായിരുന്നോ? അല്ല, പക്ഷെ അത് അങ്ങനെ അല്ല സിദ്ധു. കേശുമോനെ, പല്ല് തേച്ചോട്ടെ. തേച്ചോ തേച്ചോ തേച്ചോ, നല്ല തേച്ച് വെളുപ്പിക്കാം. കേശുമോനെ, എത്രയും പേസ്റ്റ് എടുക്കണം? എത്രയും പേസ്റ്റ് എടുക്കണം? കുറച്ചിട്. മൊത്തം ഇട്, മൊത്തം ഇട്, മൊത്തം എടുത്ത് തേച്ചോ. മതി മതിയാ? തേച്ചോ. ലച്ചുമോളെ, ഞാൻ അവിടെ ചെന്ന് പല്ല് തേച്ചോട്ടെ. പല്ല് തേച്ച് വാ കഴുകി തുപ്പിക്കോട്ടെ. അല്ലാതെ ഇപ്പൊ വിഴുങ്ങാൻ പറ്റില്ലല്ലോ, തുപ്പിക്കോ. പോട്ടെ. ലജുസേ, അമ്മൂമ്മ എന്താ ഇങ്ങനെ? സൈക്കോസിന്റെ എന്തെങ്കിലും അവസ്ഥ? അത് പറഞ്ഞുതരാം, നടക്ക്. നമുക്കേ അടുത്ത സബ്ജക്റ്റിലേക്ക് കയറാം. ഇനി ഇംഗ്ലീഷ്. ഇതൊക്കെ വേണോ അളിയ? വേണ്ടേ പാറൂസ? പിന്നെ
നമുക്കേ ആദ്യം കേട്ടെഴുത്ത്. ഓക്കെ, നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ട് പാറൂസിന് ഇഷ്ടപ്പെട്ട ഫ്രൂട്ട് ഏതാ? അത് റംബൂട്ടാൻ. അങ്ങനെയാണെങ്കിലേ റംബൂട്ടാന്റെ സ്പെല്ലിംഗ് അങ്ങ് എഴുതും. അതെ, അളിയനെ ഞാൻ പറ്റിച്ചതാണേ. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഫ്രൂട്ട് ആപ്പിളാ. ആപ്പിൾ ആണോ? ഞാൻ എഴുതട്ടെ. ആപ്പിളിന്റെ സ്പെല്ലിംഗ് എഴുതണ്ട, അത് എല്ലാവർക്കും അറിയാവുന്നതാ.